ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത്രയും നാൾ വർഷയുടെ രണ്ടാനച്ഛനും ചന്ദ്രനും ചേർന്ന് നാരായണി ചേച്ചിയെ കുടുക്കി വെച്ചിരിക്കുന്നത് കാരണം വർഷ വന്നിരിക്കുന്നത് രാജ്കുമാർ അല്ലെന്ന സത്യം വർഷയുടെ കൂട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ലായിരുന്നു. മാത്രമല്ല, ചന്ദ്രൻ ചോദിച്ച പ്രകാരം രാജ്കുമാർ ആണെന്ന് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മിയെപ്പറ്റി വർഷയ്ക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും വർഷ രാജ്കുമാറിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ചന്ദ്രൻ രാജ്കുമാറായി വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിവേകിന് ചന്ദ്രൻ്റെ പ്രവൃത്തികളിൽ എന്തോ സംശയം തോന്നിയെന്ന് മനസ്സിലായ ചന്ദ്രൻ എത്രയും പെട്ടെന്ന് വർഷയെ ഇവിടുന്ന് നാട് കടത്തിക്കൊണ്ടുപോയി വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നു. അതിനായിട്ടൊരു അടവ് കണ്ടെത്തുന്നുണ്ട്. വർഷയ്ക്ക് ഏതോ മാരക രോഗമുണ്ട്, അതുകൊണ്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിൽ മാത്രമേ ആ രോഗം ഭേദമാകൂ എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരെ എല്ലാം വിശ്വസിപ്പിക്കുന്നുണ്ട്. വർഷയുടെ കൂട്ടുകാരികളെയും വസുന്ധരയും ധനപാലനെയും ഉൾപ്പെടെ എല്ലാവരെയും ഈ കള്ളങ്ങൾ പറഞ്ഞ് ചന്ദ്രൻ നല്ലതുപോലെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനും വർഷയുടെ രണ്ടാനച്ഛനും ചേർന്ന് വർഷ പോലും അറിയാതെ എത്രയും പെട്ടെന്ന് നാട് കടത്താനുള്ള ശ്രമത്തിന് വേണ്ടി വർഷയുടെ കൂട്ടുകാരുടെയും വസുന്ധരയുടെയും സഹായം തേടുന്നുണ്ട്. അങ്ങനെ വർഷ അറിയാതെ ഏതോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ബോധം കെടുത്തിക്കൊണ്ടുപോകാനാണ് ചന്ദ്രൻ്റെയും രണ്ടാനച്ഛൻ്റെയും പ്ലാൻ. അങ്ങനെ ആ പ്ലാൻ വർഷയെ അറിയിക്കാതിരിക്കാൻ അഞ്ജു അഭിരാമിയും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇതിലെന്തോ സംശയം തോന്നിയ ശിവനന്ദ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വർഷയോട് തുറന്നു പറയാം, അതിനുശേഷം നമ്മളും കൂടി പോയി ബാംഗ്ലൂർ പോയി വർഷയുടെ രോഗം ഭേദമാക്കി അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ശിവനന്ദ പറയുമ്പം അഞ്ജു അഭിരാമിയും സമ്മതിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വർഷയോട് പറയുമ്പം വർഷ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, വർഷയ്ക്ക് യാതൊരു അസുഖമില്ല, ഇതൊരു ചതിയാണെന്ന് പറയുന്നുണ്ട്. അവസാനം നിവർത്തിയിട്ട് വർഷ ചന്ദ്രൻ്റെ കാര്യവും നാരായണി ചേച്ചിയുടെ കാര്യവും കൂട്ടുകാരോട് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ തന്നെ പോയി വസുന്ധര ആൻറ്റിയോട് പറയണം, അയാളുടെ എല്ലാ കള്ളത്തരവും പൊളിച്ച് അയാൾക്ക് മുട്ടം പണി കൊടുക്കണം, അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ശിവനന്ദ പോയി വസുന്ധര ആൻറ്റിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വസുന്ധരയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം കയറി വരുന്നുണ്ട്. എന്നെ ഇത്രയും നാൾ പറ്റിച്ചെന്ന് മാത്രമല്ല, അവൾക്ക് വലിയൊരു അസുഖമുണ്ടെന്നും പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കുകയും കൂടി ചെയ്ത് അവനെ ഞാൻ ഇപ്പോൾ ശരിയാക്കുമെന്നും പറഞ്ഞ് വസുന്ധര പോയി ചന്ദ്രൻ്റെ കവൾ അടിച്ചു പൊട്ടിച്ചിട്ട് നിന്റെ എല്ലാ കള്ളത്തരവും എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് ഒരടി കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അഭിരാമിയാണെങ്കിൽ ഒരു വടിയെടുത്ത് ചന്ദ്രൻ്റെ തലയടിച്ചു പൊട്ടിക്കുന്നുണ്ട്. തൻ്റെ എല്ലാ പ്ലാനും വിജയിച്ച് എത്രയും പെട്ടെന്ന് വർഷയെ കൊണ്ടുപോയി വിവാഹം കഴിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന ചന്ദ്രന് കിട്ടിയ തിരിച്ചടിയാണിത്. എന്നെ ഇവിടെ വന്ന് പറ്റിച്ച ആ ഡോക്ടറെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് വസുന്ധരയും കൂട്ടുകാരികളും താഴോട്ടിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് വസുന്ധര വർഷയോട് ചോദിക്കുന്നുണ്ട്, യഥാർത്ഥ രാജ്കുമാർ ആരാണെന്ന് ചോദിക്കുമ്പം നിവർത്തി കേട്ട അവസാനം വർഷ യഥാർത്ഥ രാജ്കുമാർ രാഹുലാണെന്ന് എല്ലാവരോടും പറയുന്നു. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എങ്ങനെയോ രാഹുലാണ് രാജ്കുമാർ എന്ന സത്യം ഹരിതയുടെ CIDകൾ കണ്ടെത്തി. അത് ഹരിതയോട് പറയുന്നുണ്ട്. ആ വിവരം ഉടനെ തന്നെ ഹരിത വിക്രമനെ അറിയിക്കുന്നുണ്ട്. വിക്രമനാണെങ്കിൽ രാജ്കുമാർ നീ അല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് രാഹുലിനെ പൊതിരെ തല്ലുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശർമ്മള പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രമൻ്റെ ദേഷ്യം എല്ലാം കൂടി രാഹുലിനെ പൊതിരെ തല്ലി തീർക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ പ്ലാനൊന്നും വിജയിക്കാത്തതിൻ്റെ ദേഷ്യത്തിന് രാഘവൻ നാരായണി ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാരായണി ചേച്ചിയെ ഇവർ രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.